ഹലോ ഡിയർ ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതുവരെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ടിനെ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായില്ലേ അല്ലേ? അപ്പോൾ ഞാൻ പറയാം, ലേറ്റ് ഒന്നും ഇടട്ടെ. അപ്പോൾ ഇന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് വീഡിയോ ചെയ്യണത് എന്താണെന്നറിയാം. ഞാനൊരു സ്ഥലത്ത് പോവാണ്. റെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു എങ്ങോട്ടുമല്ല, സ്കൂളിലൊന്ന് പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെഡി ആവാം കേട്ടോ. ആ ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആകുമ്പോൾ സ്കൂളിൽ പോട്ടെ, എന്നാൽ മിസ്സുമാരെല്ലാവരും ഒന്നിച്ച് കാണുകയും ചെയ്യുമല്ലോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നല്ല വെയിലാണല്ലോ. അത് തീർന്ന് തീർന്നത് ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങനെ ഇട്ടിട്ടല്ല. ആയിഷാനിത നാലാണ്, ഇത് ഭയങ്കര വളർത്തിയാണ്. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പ്ലാനിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സൂക്കേടൊക്കെ മാറിയിരിക്കണമെങ്കിലും വീട്ടിലിരുന്നാൽ ഭയങ്കര ബോറായിട്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിൽ എന്താ പറയുക, ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. എനിക്കങ്ങനെ പറ്റില്ല. എനിക്കിങ്ങനെ എപ്പോഴും ഒന്നിങ്ങനെ കറങ്ങണം, അയൽവാസികളോടൊക്കെ സംസാരിക്കണം. പിന്നെ ലിപ് ബാം കേട്ടോ. കൺമിഷി ദാരിദ്ര്യം പിടിച്ച ഞാൻ കൺമിഷുണ്ട് പൈസ പൊട്ടിപ്പോയി. അപ്പം ഞാൻ സുമയ മിസ്സിനോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. വേറെ ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ എത്തുമ്പോൾ സർപ്രൈസ് ആകുമെന്ന് വിചാരിക്കണം. അപ്പോൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയോ, വഴുതന കണ്ടേ, അത് പൊരിച്ചിട്ട് കൊണ്ടുപോകാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ടൈമായി. ഞാൻ ഷോളൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഷോളൊക്കെ റോൾ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. ഓക്കെ. അങ്ങനെ ഷോളൊക്കെ റോൾ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വോയിസ് കൊടുക്കുന്ന സമയത്ത്, വീഡിയോ എടുക്കുന്ന സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അങ്ങനെ അതാ ഷോളൊക്കെ റോൾ ചെയ്ത് ജസ്റ്റ് വെറുതെ മാസ്ക് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ആ ഫുഡൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഓല കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നിട്ടാണ്. അങ്ങനെ സ്കൂളിൽ പോയി, സ്കൂളിലെത്താൻ നേരമാണ്. സ്കൂൾ വിട്ടെന്ന് വെച്ചാൽ ഇന്ന് പാരൻസ് മീറ്റിംഗ് ആണെന്നുള്ളത് അവിടെ എത്തിയതിന് ശേഷം ഞാൻ അറിഞ്ഞത്. പക്ഷേ ഞാൻ ചേച്ചി മൊത്തമായിട്ട് വിട്ടതായിരിക്കുന്ന ഗേറ്റ് ഇങ്ങനെ കടുക്കുന്ന സമയത്ത് ബെല്ലടിച്ചല്ലോ. പിന്നെ സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ എല്ലാവരും ചോറും പൊതിയൊക്കെ ഉണ്ട്. ഞാൻ ചോറൊക്കെ ഇവിടുന്ന് പൊതിയാക്കി പോയി, അല്ല സസ്യമായോ എന്നുള്ള ഒരു ടെൻഷനിലായി. പിന്നെ അവിടെ എത്തിയപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാരൻസിനും കണ്ട്, ടീച്ചേഴ്സിനും കണ്ട്. പിന്നെ എൻ്റെ കുറേ കുഞ്ഞു പൈതങ്ങൾ പാരൻസിൻ്റെ കൂടെ വന്നിട്ട് ഗേസ് സത്യം പറഞ്ഞ പോലെ കണ്ടപ്പോൾ സങ്കടമായിട്ടോ. പിന്നെ ഒന്നുമില്ല, സങ്കടം കാര്യമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഏതായാലും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അസ്രതാത്തിൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണമെന്നൊരു പ്ലാനിങ് ഉണ്ട്. വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ അസ്രതാത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ താത്ത വന്ന് നോക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അടുത്ത യാത്രയിലേക്ക് പോവാം. ടൗസറും കുപ്പായ എന്താ പിന്നെ അല്ലേ. അപ്പോൾ വെള്ളിക്കാക്കൻ്റെ അടുത്ത് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചത്. ഊട്ടിയിലേക്ക് പോയാലോ? അങ്ങനെ വൈകുന്നേരം യാത്ര തുടങ്ങിയിരിക്കുന്നു.
നമുക്ക് മുട്ടപ്പടി അപ്പോൾ താത്ത ചായക്കടി വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. ഇവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്, നല്ല ടേസ്റ്റാണ്. പഴംപൊരി ഉണ്ട്, മുട്ടപ്പഴി ഉണ്ട്, അങ്ങനെ എല്ലാ വിധ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചെറിയൊരു അങ്ങാടിയാണ്. അപ്പോൾ ഇവിടെ വയലോര അങ്ങനെയൊക്കെ പറയാം, വയലിൻ്റെ അടുത്താണ്. അപ്പോൾ ചായക്കടി വാങ്ങുന്നവരെ അവിടെ നിൽക്കണം. അപ്പോൾ എന്താ പറയുക, ഇന്നലത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്നും കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞു. അങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് ആകെ ഷോക്കടിക്കുന്നൊരു വാർത്ത കേട്ടത്. എന്താ പറയുക, ആകെ തളർന്നു പോയൊരു വാർത്ത കേട്ട്. എന്താ പറയുക, എനിക്ക് എപ്പോഴും സങ്കടം കാര്യം വരും. ഞാൻ ജാസ്താത്ത എപ്പോഴും പറയണ്ടല്ലോ, ജാസിത്താത്തിൻ്റെ അടുത്ത് പോയി അല്ലെ ജാസിത്ത അങ്ങോട്ട് വന്ന് എന്നെ ഇതാക്കല. ഇത് ജാസിത്താത്തക്ക് ഒരു പ്രശ്നം വന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഓർമ്മയില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓലിപ്പോൾ ലോറി പോയില്ലെങ്കിലും രാത്രി പോയലുണ്ട്. അപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞ് അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ അതിൽ തന്നെ ആകെ ഇതായിപ്പോയി. തലേന്ന് രാത്രി ഇതിലങ്ങനെ പോയതാണ്, കണ്ടതാണ്, സംസാരിച്ചതാണ്. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ഇതുമില്ല കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ നെക്സ്റ്റ് ഡേ പിറ്റേന്ന് രാവിലെ വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാനോ ഫോണിൻ്റെതൊന്നും ഒരു ഇതുമില്ലെങ്കിൽ അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തതിന് വെച്ച് അതിൻ്റെ വീഡിയോ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.